ഇന്ന് നമുക്ക് ക്യാഷ് ട്രാൻസ്ഫറിന് എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് UPI ആണ്. അതായത് ഫോൺ പേ, ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം. നമ്മൾ എല്ലാവരോടും ഇന്ന് ട്രാൻസ്ഫറിന് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ സാധാരണ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ടുള്ള സിംപ്ലസ്റ്റ് വേ ഓഫ് ട്രാൻസ്ഫർ, അതായത് ഗൂഗിൾ പേ യൂഷ്വലായി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോൺ പേ, അല്ലെങ്കിൽ പേടിഎം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആമസോൺ പേ, അത് ഏതെങ്കിലും ആവട്ടെ. സോ അതൊക്കെ ഇന്ന് കുറെ ആൾക്കാരുടെ കയ്യിൽ ഇന്നും ഇല്ല. അതിൽ ഒരുപാട് പേരുടെ റീസൺസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നത് ഒരുപാട് പേർക്കുള്ള ഒരു ആൻസറും കൂടിയാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിനും മെയിൻ റീസൺ 18 വയസ്സിന് താഴെയുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഗൂഗിൾ പേ അല്ലെങ്കിൽ UPI ഇല്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഈസിയസ്റ്റ് ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസിയസ്റ്റ് വേ ആണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. ആധാർ കാർഡ്, അതുപോലെ തന്നെ നമ്മളൊരു സെൽഫി എടുക്കണം. ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതെന്ന്. സിമ്പിൾ ആയിട്ടാണ്, വളരെ ഈസിയാണ്, ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫോണിൽ തന്നെ ഒരു സ്ലിപ്പ് വരും. ആ സ്ലിപ്പിനും കൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ബാങ്കിൽ ആധാർ കാർഡിന്റെ കോപ്പിയും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ATM കാർഡും കിട്ടുന്നതായിരിക്കും. സോ ഇതിന് വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിച്ചിരുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ആദ്യമായിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ആൻഡ്രോയിഡ് ഫോണാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നിലവിൽ ഈ ആപ്പ്, അതായത് DigiKGB എന്ന ആപ്പ് കേരള ഗ്രാമീൺ ബാങ്കിനാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം കേരള ഗ്രാമീൺ ബാങ്ക് നമ്മുടെ എല്ലാ റൂറൽ ഏരിയയിലും ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഒരു കാനറ ബാങ്ക് അണ്ടർടേക്കിംഗ് ആണ് ഈ ബാങ്ക്. പിന്നെ ഇവിടെ കസ്റ്റമർ സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ ഒരു കോമൺ ആൾക്കാർക്കൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതിൽ സ്റ്റുഡൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ എല്ലാവർക്കും ബാക്കിയുള്ള എബോവ് 18 ആൾക്കാർക്ക് ഇതിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. സോ ഇതിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് DigiKGB എന്ന് ടൈപ്പ് ചെയ്തിട്ട് കേരള ഗ്രാമീൺ ബാങ്കിന്റെ DigiKGB ഇൻഫോ ആൻഡ് സെൽഫി ആപ്പ്, ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കേരള ഗ്രാമീൺ ബാങ്ക്. ഇതിന് നെക്സ്റ്റ് നമ്മൾ മൊബൈൽ നമ്പർ ചോദിക്കുന്നത്. നമുക്ക് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാം. നമ്മുടെ മൊബൈൽ നമ്പർ ഞാനിവിടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്താൽ ഓപ്പൺ ആൻ അക്കൗണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്. ഈ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് നമുക്ക് വേണ്ട, നമ്മൾ പുതിയ അക്കൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ആൻ അക്കൗണ്ട് കൊടുത്താൽ നമുക്കൊരു OTP വരും. ആ OTP അവിടെ ടൈപ്പ് ചെയ്യാം. 6 ഡിജിറ്റ് OTP ആയിരിക്കും വരുന്നത്, KGBയുടെ OTP. ഓക്കെ, OTP വന്നിട്ടുണ്ട്. നമുക്ക് OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാം. OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് കണ്ടിന്യൂ പ്രസ് ചെയ്യാം. കണ്ടിന്യൂ ചെയ്ത നേരം നമുക്ക് അവരെ ആക്സസ് അതൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡിലേക്ക് ക്ലിക്ക് ചെയ്യാം. എന്നാൽ നെക്സ്റ്റ് നമ്മൾ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്. സോ അവിടെ ആധാർ നമ്പർ നമുക്ക് അടിച്ചു കൊടുക്കാം. ആധാർ നമ്പറിന് ശേഷം പാൻ നമ്പർ ചോദിക്കുന്നുണ്ട്. പാൻ നമ്പർ മാൻഡേറ്ററി അല്ല, അതുപോലെ ഇമെയിൽ ID മാൻഡേറ്ററി അല്ല, അതുകൊണ്ട് ഞാൻ ഇത് രണ്ടെണ്ണം കൊടുക്കുന്നില്ല. നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്. അടുത്തായിട്ടാണ് മെയിൻ സെൽഫി എടുക്കേണ്ടത് പൊസിഷൻ. അത് സെൽഫി എടുക്കണം. നമ്മൾ അക്കൗണ്ട് ആർക്ക് ഉണ്ടാക്കുന്ന അവരെ സെൽഫി എടുക്കണം. സെൽഫി എടുക്കുക, അവരെ ഒരു ഫോട്ടോ എടുക്കുക. സെൽഫി എടുത്തിട്ട് അവർ ഡണ്ണെന്ന് ചോദിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. നെക്സ്റ്റ് ആയിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡിന്റെ ഫ്രണ്ട് സൈഡ് അവർ ചോദിക്കും. സോ ആധാർ കാർഡിന്റെ ഫ്രണ്ട് അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത് എടുത്താൽ മതി. അത് വലിയ ക്ലാരിറ്റി ആക്സസ് ആവണം അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി. സോ ഫ്രണ്ട് ഞാൻ എടുത്തു. അടുത്തായിട്ട് ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ബാക്ക് സൈഡാണ് ആധാർ കാർഡിന്റെ. സോ ആധാർ കാർഡിന്റെ ബാക്ക് സൈഡ് ഞാനിവിടെ കൊടുക്കാൻ പോവുകയാണ്. ബാക്ക് സൈഡ് ഓഫ് ആധാർ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുത്തിട്ട് ഡൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കണ്ടിന്യൂ ആണ്. പിന്നെ അടുത്തതായിട്ട് അവർ നെക്സ്റ്റ് ചോദിക്കുന്നത് സ്കാൻ ആണ്. സ്കാൻ ദ QR കോഡ്. അത് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് അതും ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് അതിനെ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ പേര് കറക്റ്റ് ആധാർ കാർഡിലുള്ള പോലെ തന്നെ പേര് കൊടുക്കാൻ ശ്രമിക്കണം. കാരണം വേറെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അവർ മിസ്മാച്ച് ഇൻ റെഫറൻസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് മിസ്മാച്ച് എന്ന് വരും. നെക്സ്റ്റ് ഫാദേഴ്സ് നെയിം. സോ അടുത്തതായിട്ട് പേര് കൊടുത്തു ഞാൻ. നെക്സ്റ്റ് ഫാദേഴ്സ് നെയിം ആണ് കൊടുക്കേണ്ടത്. ഫാദേഴ്സ് നെയിം കൊടുത്ത് അടുത്തതായിട്ട് മദേഴ്സ് നെയിം ഞാൻ കൊടുത്തു. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത്.
ഓക്കെ ഫൈൻ, ഞാൻ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു. നെക്സ്റ്റ് വീണ്ടും കണ്ടിന്യൂ. അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട്, നമ്മുടെ ഡിസ്ട്രിക്ട് ഏതെന്ന് സെലക്ട് ചെയ്യുക. പോസ്റ്റ് ഓഫീസ് അതും കൊടുക്കാം. നെക്സ്റ്റ് അഡ്രസ്. ഈ അഡ്രസ്സും ഡിസ്ട്രിക്റ്റും പോസ്റ്റ് ഓഫീസും മാൻഡേറ്ററി ആണ്. അഡ്രസ് ലൈൻ 1 മസ്റ്റ് ആണ്, ലൈൻ 2 കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. എന്നാലും ഇവിടെ കൊടുക്കുന്നുണ്ട് അഡ്രസ് ലൈൻ 2. അടുത്തായിട്ട് ജെൻഡർ, റിലീജിയന്, അതുപോലെ തന്നെ നമ്മുടെ കാസ്റ്റ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഒക്യുപ്പേഷൻ, നെക്സ്റ്റ് ഉള്ളത് ഒക്യുപ്പേഷൻ. സോ ഒക്യുപ്പേഷനിൽ ഞാനിവിടെ സ്റ്റുഡൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്, അത് സ്റ്റുഡൻറ്റ് കൊടുത്തിട്ടുണ്ട്, കാരണം ഈ സെൽഫി ആപ്പിൽ സ്റ്റുഡൻറ്റും ചെയ്യാൻ പറ്റും. അപ്പോൾ ആനുവൽ ഇൻകം 0 ആണ്, സ്റ്റുഡൻറ്റ് അതുകൊണ്ട് ഇൻകം ഒന്നുമില്ല, അതുകൊണ്ട് 0 ആണ് ഞാൻ കൊടുത്തത്. പിന്നെ നെക്സ്റ്റ് എഡ്യൂക്കേഷൻ, പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് അതും കൂടി കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്താൽ നെക്സ്റ്റ് അവിടെ നോമിനി ചോദിക്കുന്നുണ്ട്, നോമിനി ആവശ്യമുണ്ടോ ഇല്ലോ, വുഡ് യു ലൈക്ക് ടു ആഡ് നോമിനി. അവിടെ നോ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് അടുത്തതായിട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അത് ഈ സ്റ്റെപ്പ്. അതായത് നമ്മുടെ ഇവിടെ ചോദിക്കുന്നത് ഡിസ്ട്രിക്റ്റും അതുപോലെ തന്നെ ബ്രാഞ്ചും ആണ്. ഈ ഡിസ്ട്രിക്റ്റ് നമുക്കുള്ള ഡിസ്ട്രിക്ട് കൊടുക്കും, പക്ഷേ ബ്രാഞ്ച് കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഏത് അക്കൗണ്ടിലാണ്, ഏത് ബാങ്കിലാണ് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്, ഏത് ബ്രാഞ്ചിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്, ആ ബ്രാഞ്ചിന്റെ പേരാണ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്. ഞാൻ എൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള ഒരു ബ്രാഞ്ചിനെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വാർണിംഗ് കാണിക്കുന്നത് നമുക്ക് ഡാറ്റ ഒന്നും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ അങ്ങനെ നമ്മൾ കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് ഷുവറാണ് നമ്മുടെ ഡോക്യുമെന്റ്സ് കറക്റ്റ് ആണ്. സോ ഒരു കുറച്ച് ടൈം എടുക്കും. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റിംഗ് ആൻ അക്കൗണ്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് നെക്സ്റ്റ് കംപ്ലീറ്റ് ആയി, ദ അക്കൗണ്ട് ഈസ് കംപ്ലീറ്റ്. സോ ഇത് ജസ്റ്റ് ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് കംപ്ലീറ്റ് ആയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ 4 മിനിറ്റ് നമ്മുടെ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതൊന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഒന്ന് ഫോം ഡൗൺലോഡ് ചെയ്ത് വെക്കാം. സോ അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഡൗൺലോഡ് ഫോം ചെയ്തില്ല. അതിൽ നമുക്ക് നേരെ മുകളിൽ തന്നെ കറക്റ്റായിട്ട് കാണുന്നുണ്ട് അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ IFSC കൊടുക്കുക ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. സോ ഇത് നമ്മൾ ബാങ്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ 3 ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് ബാക്ക്ഗ്രൗണ്ട് ഏതായാലും കുഴപ്പമില്ല, അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പാസ്പോർട്ട് സൈസ് ഫോട്ടോ റീസെന്റ് എടുത്ത, അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡിന്റെ ഒരു കോപ്പി, ഇതും കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ ഇൻസ്റ്റാന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നമുക്ക് ബാങ്ക് പാസ്ബുക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ATM കാർഡും തരുന്നതായിരിക്കും. ATM കാർഡ് നിലവിൽ 2 ഡേയ്സിൽ വിതിൻ 2 വർക്കിംഗ് ഡേയ്സിൽ ATM കാർഡ് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. സോ ഈ വീഡിയോ സ്ലോ ആയിട്ടാണ് ഞാൻ ചെയ്തത്, കാരണം റീസെന്റ് എൻ്റെ ലാസ്റ്റ് കോവിഡ് വാക്സിനേഷൻ്റെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് വീഡിയോ ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് മൊബൈലും പിടിച്ചിട്ട് ക്ലിയർ ആയിട്ട് ചെയ്തത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ വാക്സിനേഷൻ എടുക്കാൻ ബാക്കിയുള്ളവർ, രജിസ്ട്രേഷൻ ചെയ്യാൻ ബാക്കിയുള്ളവർ, അതുപോലെ തന്നെ പ്രവാസികൾ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാത്തവർ, ഫസ്റ്റ് ഡോസോ സെക്കൻഡ് ഡോസോ, അതുപോലെ തന്നെ പ്രവാസികളായവരുടെ സർട്ടിഫിക്കറ്റ്, കേരള ഗവൺമെന്റ് പ്രവാസികൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എടുക്കാത്തവരും ഉണ്ടെങ്കിൽ ഞാൻ ഏതായാലും അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അക്കൗണ്ട് ഇല്ലാത്ത പ്രത്യേകിച്ച് സ്റ്റുഡൻസിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുക. കാരണം ഇന്ന് ഗൂഗിൾ പേ എന്ന് പറഞ്ഞത് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്, അതായത് UPI മെയിൻ ആയിട്ടുള്ള ഈ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm ആണ്. സോ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ബാങ്ക് അക്കൗണ്ടാണ് വേണ്ടത് ഒരുപാട് ആൾക്കാർക്ക്, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. സോ ഏതായാലും ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ലാണെങ്കിൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഏതായാലും വീണ്ടും അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.